ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അമ്മയെ സ്നേഹിക്കുന്ന മരിയ ഭക്തരായിട്ടുള്ള അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നാം എല്ലാവരും ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. അച്ഛൻ ഇപ്രകാരം പറയുമ്പോൾ തന്നെ ഇരുന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചേ, അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുകയും എളിമയോടെ ചെയ്യുകയും, പ്രിയപ്പെട്ടവരെ, ആ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ത്യാഗം അത് സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെ എനിക്കൊരു പുണ്യമാക്കത്തില്ലേ? നമ്മൾ ഓരോ കാര്യവും ഇതുപോലെ ചെയ്തേ. നമ്മൾ ഈ ശുശ്രൂഷ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇരിക്കാൻ പറയും. ഇരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇരിക്കാം. നമുക്ക് ചാരിയിരിക്കാം, കാല് കയറ്റി വെച്ചിരിക്കാം, പല രീതിയിൽ. പക്ഷെ അവിടെയും ഒരു ചെറിയ ത്യാഗമെടുത്ത് പൂർണ്ണമായി എളിമപ്പെട്ട്, പ്രിയപ്പെട്ടവർ, ഈശോയുള്ള സ്നേഹത്തെ പ്രതി ചാരിയിരിക്കാതെ ചിലപ്പോൾ നിവർന്നിരിക്കുമ്പോൾ പോലും അതും പുണ്യമാക്കത്തില്ലേ? ഞാൻ ഇരിക്കുന്ന സമയത്ത്, ഇത് കേൾക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു മൊബൈല്, ടി വിയിലാണെങ്കിൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു മൊബൈൽ കാണും. അതിൽ മെസ്സേജ് വരാം, ചില കോളുകൾ വരാം. ഇതൊക്കെ എടുക്കാനുള്ള ഒരു അഭിവാജ്യം ഉണ്ടാകുമ്പോൾ അത് ഈ ശുശ്രൂഷയുടെ സമയത്ത് വേണ്ട എന്ന് വെച്ച് ഞാൻ അത് ഉപേക്ഷിച്ച് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ, എളിമയോടെ പങ്കുചേരുമ്പോൾ, അതിൻ്റെ അകത്തൊരു ത്യാഗമുണ്ട്. ആ ത്യാഗത്തോടെ പങ്കുചേരുമ്പോൾ അങ്ങനെ എനിക്ക് പുണ്യമാക്കത്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അച്ഛൻ പറയണേ, ഓരോ നിമിഷവും പുണ്യമാക്കണം. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുള്ള സ്നേഹത്തെ പ്രതി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമുക്കൊന്ന് ചേർന്ന് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഹീന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ യാചനയോടെ പിടിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ, ആത്മാവിന്റെ അഗ്നിയാൽ നമ്മൾ ജ്വലിക്കണം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അച്ഛൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, ശുദ്ധീകരിക്കുന്നു. 2, രൂപാന്തരപ്പെടുത്തുന്നു. 3, കൃപയാലും അഭിഷേകത്താലും നിറയ്ക്കുന്നു. നമ്മൾ ഈ നിമിഷം ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധി അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുക. നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ഇവരെയൊക്കെ ഈ അമ്മയോട് ചേർത്ത് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച്
ആ അഗ്നി ഇറങ്ങട്ടെ പ്രിയപ്പെട്ടവരെ, ആ രൂപാന്തരീകരണം നടക്കട്ടെ. അതോടൊപ്പം തന്നെ കൃപയും അഭിഷേകവും നമുക്ക് ഈ ശുശ്രൂഷയിൽ ഉടനീളം കിട്ടാനായിട്ട് ഏറ്റവും താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഒരു ചെറിയ ത്യാഗം എടുത്ത കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് ഈശോയുടെ സ്നേഹത്തെ പ്രതി നമുക്കൊന്നു ചേർന്ന് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്ന പോലെ കരമടിച്ച് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ തീനാളങ്ങൾ ആമേൻ ആമേൻ മഴയായി പെയ്യട്ടെ. ആമേൻ ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ പാടാമോ? മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതു. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതു. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഈ നിമിഷം ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പൂർണ്ണമായി ആത്മാവിന് സമർപ്പിച്ച മക്കളെ, തീനാളങ്ങൾ ഈ നിമിഷം പെയ്തിറങ്ങട്ടെ. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തും പ്രത്യേകിച്ച് പാപമംഗലമായിട്ടുള്ള ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ തീയിറങ്ങി ശുദ്ധീകരിക്കാൻ, പാപത്തിന്റെ തിന്മകളുടെ എല്ലാ കെട്ടുകളും അഴിക്കാൻ, ചാമ്പലാക്കാൻ വലിയൊരു വിശുദ്ധീകരണം, രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, സഭയിലുണ്ടാകാൻ മരിയാഭക്തർ ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ ഐക്യത്തോടുകൂടി ഓരോ മക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ നിമിഷം ആത്മാവിനെ വിളിച്ച് പാടുകേ. വചനം ഘോഷിക്കുമീ വേളയിൽ നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുമീ വേളയിൽ നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കു നിന്ദാസരിൽ നാഥനെ വാഴ്ത്തുമീ കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴ്ത്തുമീ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ ആമേൻ ആമേൻ മഴയായി പെയ്യട്ടെ. ഈ നിമിഷം ആത്മാവിൻ തീനാളങ്ങൾ വരട്ടെ, മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോൽ. ആത്മാസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. സഭയുടെ നമ്മുടെ കുടുംബത്തില്, ആത്മാവിൽ തീമഴ ഈ കാലഘട്ടത്തിൽ സഭയില് അഭിഷേകമാ ആത്മാവേ ഞങ്ങളിൽ നിറയണേ. അഗ്നിയായ അഭിഷേകമായി ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. വരങ്ങളായി ഫലങ്ങളായി ആത്മാവേ പറന്നിറങ്ങണമേ. വരങ്ങളായി ഫലങ്ങളായി ഈ നിമിഷം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ. അഭിഷേകമായി രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയാ പെയ്യട്ടെ. മഴയാ പെയ്യട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയെ മനസ്സിൽ കണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അമ്മയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. മക്കളെ, നമ്മളാരും വിശുദ്ധരല്ല. നമ്മളൊക്കെ പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവരാ.
പക്ഷെ നമ്മുടെ മാനുഷിക ശരീരത്തിൽ നിന്നും ദൈവ സ്വഭാവമുള്ള ഒരു ശരീരത്തിലേക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മൾ മാറ്റപ്പെടുകയാണ്. മനുഷ്യ സ്വഭാവമുള്ള ശരീരത്തിൽ നിന്നും ദൈവ സ്വഭാവമുള്ള ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് പരിപൂർണമായി സമർപ്പിച്ച് സാത്താൻ്റെ തലയെ തകർക്കണം. പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെയുണ്ട്. സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ഈ നാളുകളിൽ പലരും ചിന്തിക്കും, ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ഓരോ തടസ്സങ്ങളാണല്ലോ, ഞാൻ എന്തോരം നോക്കിയിട്ടും പുണ്യത്തിൽ എനിക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ വീണ്ടും വീണ്ടും മറന്നു പോകുകയാണല്ലോ. കുഞ്ഞെ, നീ തളരണ്ട. കുഞ്ഞെ, നീ നിസ്സഹായ അവസ്ഥ, നിന്റെ നിസ്സഹായ അവസ്ഥ ഈ അമ്മയ്ക്കൊന്ന് സമർപ്പിക്കുക. അമ്മ കൂടെയുണ്ട്. ജന്മപാപമില്ലാത്ത ഒരമ്മ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ നിന്നെ സഹായിക്കും. മനസ്സിൽ പ്രാർത്ഥിച്ചേ, ജന്മപാപമില്ലാത്ത ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിതാ അങ്ങേ സങ്കേതത്തിങ്കിൽ അണിഞ്ഞിരിക്കുക. പാപികളായി ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം എൻ്റെ അമ്മയെ ഒന്ന് അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഈ കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഈ നിമിഷം ഒന്ന് തകർത്ത് കളയണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഈ നിമിഷം വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, വഴക്ക്, രോഗപീഠ, പൈശാചിക കെട്ട് ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെ നാഥിയായ പരിശുദ്ധ കന്യകാമറിയം ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷം ചൊല്ലിത്തരുന്ന ഈ പ്രതിഷ്ഠാജപം എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് ഇനി സ്വസ്ഥാനങ്ങളിലിരിക്കുക. ഏറ്റവും ശ്രദ്ധയോടെ ഈ മണിക്കൂറിൽ നമ്മളായിരിക്കണം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കുഞ്ഞു സുഹൃജപമാണല്ലോ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഈ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയിലൂട്ടാനീളം മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. വചന ശുശ്രൂഷ കേൾക്കുന്ന സമയത്ത്, അമ്മ മാതാവ് നൽകുന്ന സംസാരിക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പുണ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്തൊക്കെ ഈ കാണുന്ന സുഹൃജപം മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ഉരുവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്നുള്ള കാര്യം അച്ഛൻ ഓർമ്മിപ്പിക്കുക. വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ,
ഇന്ന് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പ്രതീകങ്ങളിൽ നിന്നും പ്രത്യക്ഷത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചാണ്. പ്രതീകങ്ങളിൽ നിന്ന് പ്രത്യക്ഷത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സഭയുടെ ആദ്യകാലം തൊട്ട് ഏറ്റവും വില കൊടുത്ത് കെട്ടുറപ്പിച്ച ഒരു ഭക്തിയായിരുന്നു മരിയാഭക്തി. എല്ലാ സഭകളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, എല്ലാ സഭയിലും ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവും വിലയും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ഭക്തി രീതിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുവാണ് ഈ ലോകത്തില് അനേകം പുസ്തകങ്ങൾ, ക്രൈസ്തവ പുസ്തകങ്ങൾ, ഡിവോഷണൽ പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചാണ്. ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ ദൈവമക്കളുണ്ട്, ക്രൈസ്തവ മക്കളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നാമം സ്വീകരിച്ചിരിക്കുന്നത് മറ്റാരുടെയും നാമമല്ല. എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധ അമ്മ മാതാവിന്റെ നാമമാണ്. നമ്മുടെ ഓരോ കുടുംബം എടുത്തു നോക്കിക്കോ, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും പരിശുദ്ധ അമ്മയുടെ നാമവുമായി ബന്ധപ്പെട്ട ഒരു നാമം ഉണ്ടായിരിക്കും. വീണ്ടും നമ്മൾ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇടവകകൾ അത് പരിശുദ്ധ അമ്മ മാതാവിന്റെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ ദേവാലയമുള്ളത് എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ കത്തീഡ്രലുകൾ ഉള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ ബസിലിക്കയുള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമർപ്പണം ചെയ്യപ്പെട്ടത് അത് ലോകത്തെയും ഭാരതത്തെയും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനെയും ഓരോ ഇടവകയും ഓരോ രൂപതയും ഏറ്റവും കൂടുതൽ സമർപ്പിച്ചിരിക്കുന്നത് പരിശോധിച്ച് നോക്കിയാൽ അത് പരിശുദ്ധ അമ്മയ്ക്കാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്യാസ ഭവനങ്ങൾ ഉള്ളത് എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ്. ഏറ്റവും കൂടുതൽ പ്രസ്ഥാനങ്ങൾ ഉള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭക്ത സംഘടനകൾ ഉള്ളത് എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളതും പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാ രീതികൾ ഉള്ളത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലാണ്. ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിന് വലിയൊരു ബഹുമാനം, വലിയൊരു വില ഇന്ന് ക്രൈസ്തവ സഭ കൊടുത്തിട്ടുണ്ട്, ക്രൈസ്തവ മക്കൾ കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെത്തിയവരെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. സ്വർഗത്തിലെത്തിയ വിശുദ്ധരെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ വിശുദ്ധർക്കുള്ള ഒരു പ്രത്യേകതയുണ്ട്. അവർ പരിശുദ്ധ അമ്മ മാതാവിനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന വിശുദ്ധരാ. ഞാൻ ചില വിശുദ്ധർ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിന്റെ ആരംഭത്തിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ വിൻസെന്റ് പട്ടോളി പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധനാ. ആ വിശുദ്ധൻ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിട്ട് ലോകത്തോട് പറഞ്ഞ കാര്യപ്രകാരമാണ്, യഥാർത്ഥ മരിയാഭക്തി ഉൾക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിന്റെ പുത്രനെ അനുകരിക്കുന്നതിലാണ്. അതുപോലെ തന്നെ വിശുദ്ധ മോൺഫോർട്ട് പരിശുദ്ധ അമ്മയെ എന്തോരം സ്നേഹിക്കാൻ പറ്റുമോ അതിന്റെ പൂർണ്ണതയിൽ സ്നേഹിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യപ്രകാരമാണ്, ഓ മറിയമേ, ഞാൻ എത്ര ഭാഗ്യവാൻ. എന്നിട്ട് പറയുവാണ്, അനുഗ്രഹീത കന്യക ഈശോയുടെ അമ്മയായതിൽ എന്റെയും അമ്മയാണ്. ഓ കന്യക, അങ്ങ് ഈശോയുടെ അമ്മയായതിനാൽ എന്റെയും അമ്മയാ. വീണ്ടും പ്രിയപ്പെട്ടവരെ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ വിശുദ്ധ മാക്സിമിൻ കോൾബായ് പരിശുദ്ധ അമ്മയെ ഒത്തിരി ചേർത്ത് പിടിച്ച വ്യക്തിയാ. അദ്ദേഹം പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ഓ അമലോത്ഭവിയായ മാതാവേ, ഞാൻ പൂർണ്ണമായിട്ടും നിന്റേതാ. വീണ്ടും വിശുദ്ധ ജോൺ മരിയ വിയാനി
അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ മറിയത്തിന് സ്വന്തമായിട്ടുള്ളവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ശ്രദ്ധിച്ചു കേൾക്കണം മക്കളെ. പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ളവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. വിശുദ്ധ ജോൺ യൂഡസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം അമ്മയെ ഒത്തിരിയേറെ സ്നേഹിച്ചിട്ട് ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്: അനുഗ്രഹീത കന്യകയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി വെളിപ്പെടുത്താം. സിയന്നായിലെ വിശുദ്ധ കാതറിൻ പറയുവാണ്, പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ഒരുവനും നശിച്ചു പോകുവാൻ ഇടയാകില്ല. വിശുദ്ധ ജത്രൂദ് പറയുന്ന ഒരു കൊച്ചുകാരി ഇപ്രകാരമാണ്, പരിശുദ്ധ കന്യകയ്ക്ക് ഭക്തിപൂർവം സ്വയം സമർപ്പിക്കുന്ന ഒരുവൻ പോലും നരകത്തിൽ നിപതിക്കുകയില്ല. അനുഗ്രഹീതയായ കന്യകയുടെ ഭക്തരെ നരകത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും മാലാഖമാർ നിരന്തരം കാത്തു സൂക്ഷിക്കും. അവസാനമായിട്ട് ഞാനൊരു ഒരാളെ കൂടി പരിചയപ്പെടുത്തുകയാണ്, വിശുദ്ധ മദർ തെരേസ. മദർ തെരേസ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ദുഃഖ സമുദ്രത്തിലാണെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക: ഈശോയുടെ അമ്മയായ മറിയമേ, അങ്ങിപ്പോൾ എനിക്ക് അമ്മയായിരിക്കണമേ. എനിക്ക് ഉറപ്പായി പറയാൻ പറ്റും, ഈ പ്രാർത്ഥന ഒരിക്കലും ഫലമണിയാതിരിക്കുകയില്ല. ഇനി വിശുദ്ധരുടെ കൊട്ടേഷൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കോട്ടിങ്സ് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ അമ്മയുമായിട്ടൊരു ബന്ധമുണ്ടായപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാ പറയുന്നത്. അവർ നശിച്ചു പോകില്ല, അവർ സംരക്ഷണ കവചം അവർക്കുണ്ടായിരിക്കും, അവരുടെ ആഗ്രഹങ്ങൾക്ക് പരിശുദ്ധി അമ്മ സാധിച്ചു എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു അനുഭവം അവർ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചതാ. ഞാൻ ഈ പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളവർ പരിശുദ്ധ അമ്മയെ ആരൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലൊക്കെ അമ്മ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ കടന്നു പോകുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അമ്മയാരാണ് എന്ന് തിരിച്ചറിയണം. അമ്മയാരാണ് എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് പ്രതീകങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മറിയത്തെ പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അമ്മ ആരാണെന്നും അമ്മയുടെ ദൗത്യം എന്താണെന്നും. പ്രിയപ്പെട്ടവരെ, പ്രതീകങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യക്ഷത്തിലേക്ക് വരുന്ന അമ്മ, അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ മാതാവ്. വാഗ്ദാന പേടകമാണ്, പുതിയ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം എന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, പഴയ വാഗ്ദാന പേടകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാൻ പറ്റും, പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ വാഗ്ദാന പേടകത്തിൽ 4 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, വാഗ്ദാന പേടകം ദൈവജനത്തോടൊപ്പം ദൈവം വസിച്ചിരുന്ന സ്ഥലമായിരുന്നു വാഗ്ദാന പേടകം. ഇത് തിരിച്ചറിയണം. ദൈവ ജനത്തോടൊപ്പം ദൈവം വസിച്ചിരുന്ന സ്ഥലം, അത് വാഗ്ദാന പേടകം. ഇനി വാഗ്ദാന പേടകത്തിന്റെ അകത്ത് എന്തൊക്കെയാ ഉണ്ടായിരുന്നത്? 3 കാര്യം. 1, സ്വർഗീയ മന്ന. 2, 10 കൽപ്പന. 3, അഹറോന്റെ പൗരോഹിത്യത്തിന്റെ വടി. പ്രിയപ്പെട്ടവരെ, ഇതെന്തിന്റെ അടയാളമായിരുന്നു ഈ വാഗ്ദാന പേടകം? ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന പേടകം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവാണ് യഥാർത്ഥ വാഗ്ദാന പേടകമെന്ന് പറയാൻ കാരണം എന്താ? പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കണമെങ്കിൽ അമ്മ മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമതായിട്ട്, പരിശുദ്ധ അമ്മ മാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് വചനമായ ദൈവം പരിശുദ്ധ അമ്മ മാതാവിൽ വസിക്കുന്നു എന്നുള്ള കാര്യം. രണ്ടാമതായിട്ട്, പരിശുദ്ധ അമ്മയിൽ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണം പരിശുദ്ധ അമ്മ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുക. മൂന്നാമതായിട്ട്, വചനം തന്നെയായിട്ടുള്ള മിശിഹ പരിശുദ്ധ അമ്മയിൽ വസിക്കുക. നാലാമതായിട്ട്, മന്നയ്ക്ക് പകരം ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വസിക്കുക. നാലാമതായിട്ട്, അഹറോന്റെ
പൗരോഹിത്യത്തെക്കാൾ വലിയ പൗരോഹിത്യമായ നിത്യപുരോഹിതനായ ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് എന്നേക്കുമായിട്ടുള്ള രക്ഷാ സാന്നിധ്യവും ഉടമ്പടിയുടെ അടയാളവുമാ ഈ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ യഥാർത്ഥ വാഗ്ദാന പേടകമെന്ന് സഭാപിതാക്കന്മാർ വിളിച്ചു പറയാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമുക്കും ഈ ദൈവത്തിന്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സാന്നിധ്യം, ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നിത്യപുരോഹിതനായ ഈശോയുടെ സാന്നിധ്യം, ഇല്ലെങ്കിൽ ഈ ന്യായപ്രമാണ ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ സാന്നിധ്യം, ആ അഭിഷേകം, ആ ശക്തി നമ്മളിലേക്കും ആവസിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, യഥാർത്ഥ വാഗ്ദാനമായ പരിശുദ്ധ അമ്മ മാതാവിനെ ഓരോ ക്രൈസ്തവനും സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ ഇനി തിരിച്ചറിയേണ്ട കാര്യം, എന്തുകൊണ്ടാണ് വാഗ്ദാന പേടകം പണിയുവാൻ ദൈവം ആവശ്യപ്പെട്ടത്? പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത് കരുവേല മരം. കരുവേല മരത്തിന്റെ പ്രത്യേകത എന്താ? അത് അഴുകാത്ത മരമാണ്. ഇനി പുതിയ വാഗ്ദാന പേടകമായ മറിയത്തിലേക്ക് പോയിക്ക്, ആ മറിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പാപത്താൽ അഴുകപ്പെടാത്ത വ്യക്തിയാണ് പുതിയ വാഗ്ദാന പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ മാതാവ് അമലോത്ഭവയാ. പരിശുദ്ധ അമ്മ മാതാവ് നിത്യകന്യകയാ. പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാതാവാ. പരിശുദ്ധ അമ്മ മാതാവ് നിത്യകന്യകയാ. ഒപ്പം പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗാരോപിതയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വാഗ്ദാന പേടകം പരിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, ഈ വാഗ്ദാന പേടകം ഒരു ഭവനത്തിൽ ചെല്ലുന്നുണ്ട്. അത് മറ്റാരുടെയുമല്ല, ഒബാദ് ഏദോമിന്റെ ഭവനത്തില്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്രയും നാളും ഒന്നുമില്ലാതിരുന്ന ആ ഭവനം അനുഗ്രഹം കൊണ്ടും കൃപ കൊണ്ടും നിറയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ വാഗ്ദാന പേടകവുമായിട്ട് ഇസ്രായേൽ ജനം പോകുന്ന ചില മേഖലകളുണ്ട്. ഒന്ന്, തങ്ങൾക്കെതിരെ ശത്രുക്കൾ വരുമ്പോൾ അവരെ നേരിടാനായിട്ട് ഇസ്രായേൽ ജനം പോകുമ്പോൾ അവരെപ്പോഴും കൂട്ടിക്കൊണ്ടുപോയത് ഈ വാഗ്ദാന പേടകമാണ്. തങ്ങൾ എവിടെയൊക്കെ യുദ്ധം ചെയ്യാൻ പൊക്കോ, ആ യുദ്ധത്തിന് പോകുമ്പോൾ അവരെ പരാജയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വാഗ്ദാന പേടകമാണ്. ജെറീക്കോ മതിൽ തകർക്കാനായിട്ട് എന്തോരം നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അവരെടുത്ത ആയുധം ഈ വാഗ്ദാന പേടകമാണ്. എന്നാൽ പുതിയ വാഗ്ദാന പേടകത്തിലേക്ക് വന്നേ, അവിടെ എന്താ കാണാനായിട്ട് പറ്റുക പ്രിയപ്പെട്ടവരെ? പുതിയ ദൈവജനത്തിന് ശത്രുക്കളെ, സാത്താന്റെ കോട്ടകളെ തകർക്കാനുള്ള ഉറപ്പാർന്ന സാന്നിധ്യമായിട്ട് മറിയമായ വാഗ്ദാന പേടകം നിലനിൽക്കുക. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ പൈശാചിക ശക്തികള്, പിശാചിന്റെയും ദുഷ്ടാരൂപികളുടെയും ആക്രമണങ്ങൾ കടന്നു വന്നോ, അവരെ തകർക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് പരിശുദ്ധ മറിയമാകുന്ന വാഗ്ദാന പേടകം. ഈ പേടകത്തിൽ അഭയം പ്രാപിച്ച് ഈ പേടകത്തിന്റെ അടുത്തേക്ക് വന്നേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും എത്ര വലിയ ശത്രുക്കളായിക്കോട്ടെ, എത്ര വലിയ ഭീകരമായിട്ടുള്ള ആക്രമണം ആയിക്കോട്ടെ, അതിനെ തകർക്കാനായിട്ട് പറ്റും. ജീവിതത്തിൽ ഒരിക്കലും തടസ്സമായിട്ട്, എപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ തടസ്സത്തിന്റെ കെട്ടഴിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജെറിക്കോ മതിലിനെ തകർത്ത വാഗ്ദാന പേടകമായിട്ടുള്ള പുതിയ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ മാതാവിലേക്ക് വന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ വാഗ്ദാന പേടകത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് വാഗ്ദാന പേടകം വരുമ്പോൾ ഒത്തിരിയേറെ ഭയപ്പെട്ട് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന ദൈവ സാന്നിധ്യം എന്റെ അടുത്തേക്ക് വരുവാൻ എനിക്കെന്ത് യോഗ്യത? പുതിയ വാഗ്ദാന പേടകം ഒരു ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഇതേ കാര്യം പറഞ്ഞൊരു സംഭവമുണ്ട്. എലിസബത്ത് ഇപ്രകാരം പറയുവാണ്, ദൈവത്തിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാൻ എനിക്കെന്താണ് യോഗ്യത? വീണ്ടും പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. എദോമിന്റെ വീട്ടില് ഏകദേശം 3 മാസക്കാലം ഈ വാഗ്ദാന പേടകം ഇരിക്കുക. എന്നാൽ പുതിയ വാഗ്ദാന പേടകം മറ്റൊരു കുടുംബത്തിൽ 3 മാസം ഉണ്ടായി.
അത് എലിസബത്തിന്റെയും സക്രിയായുടെയും വീട്ടിലാ. വാഗ്ദാന പേടകം പഴയ നിയമത്തില് ദാവീദിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ദാവീദ് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. പുതിയ വാഗ്ദാന പേടകം ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവിടെയും ഇതേ കാര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, എലിസബത്തിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കണ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. നമ്മൾ തിരിച്ചറിയണം. വീണ്ടും അത് പരിശോധിച്ച് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജോർദാൻ നദിയിൽ കടന്ന് ജനം പോകാനായിട്ട് അന്ന് പുരോഹിതർ ആദ്യം ചെയ്ത കാര്യം, വാഗ്ദാന പേടകം ജോർദാൻ നദിയിൽ പുരോഹിതര് നിന്നുകൊണ്ട് പിടിച്ചു. അവർ സുരക്ഷിതരായിട്ട് ആ കാണുന്ന നദി കടന്ന് അപ്പുറയെത്തി. യുഗാന്ത്യ സഭയിൽ ദൈവമക്കൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ, സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം മറിയമാകുന്ന വാഗ്ദാന പേടകത്തെ മുറുകെ പിടിച്ചോ. ആ മറിയത്തിലൂടെയാണ് ഓരോ ദൈവമക്കളും സ്വർഗത്തിലെത്തേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ മറിയമാകുന്ന ഈ പുതിയ വാഗ്ദാന പേടകത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തുടങ്ങിക്കോ. അനുഗ്രഹം കൊണ്ട് നിറയാൻ തുടങ്ങും. അനുഗ്രഹം കൊണ്ട് നിറയാൻ തുടങ്ങും. സക്രിയായുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തെങ്കിൽ, ഏദോമിന്റെ ഭവനത്തിൽ അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തെങ്കിൽ, നിന്റെ ഭവനത്തിലും അനുഗ്രഹ പേമാരി മഴ പെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാഗ്ദാന പേടകത്തെ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോ, നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോ. അതിലൂടെ കൃപയും അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിൽ പെയ്തിറങ്ങും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അനേകർ ഇന്നത്തെ തടസ്സം കൊണ്ട് നേരിടുന്ന വിഷമിക്കുന്ന മക്കളുണ്ടല്ലോ, പൈശാചിക ആക്രമണം കൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഏതൊക്കെ യുദ്ധം വന്നപ്പോഴും എതിർശക്തികൾ വന്നപ്പോഴും അവരെ കീഴടക്കിയത് ഈ വാഗ്ദാന പേടകം പിടിച്ചാണെങ്കിൽ, ജെറീക്കോ കോട്ടോ ഈ വാഗ്ദാന പേടകം പിടിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ, തടസ്സം മാറാൻ, പൈശാചിക ആക്രമണം മാറാൻ നീ ചേർത്ത് പിടിക്കേണ്ടത് പുതിയ വാഗ്ദാന പേടകമായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവിനെയാ. ഈ അമ്മ മാതാവിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിക്കോ. ഏത് കെട്ടും അഴിയാൻ തുടങ്ങും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രതീകമുണ്ട്. അത് ഇപ്രകാരമാണ്: ഭൂസ്വർഗങ്ങളെ തൊട്ടു നിൽക്കുന്ന ഗോവിണിയും സ്വർഗ കവാടവും പരിശുദ്ധ അമ്മ മാതാവാണെന്ന്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് കണ്ട സ്വപ്നം. ഇതാ സ്വർഗം വരെ മുട്ടി നിൽക്കുന്ന ഒരു ഗോവിണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗോവിണിയാണ് യഥാർത്ഥത്തിൽ മറിയമെന്ന് സഭാപിതാക്കന്മാര്, വിശുദ്ധാത്മാക്കള് പറയുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവിണി ഈ മറിയമാകുന്ന ഗോവിണിയാ. ഈ ഭൂമിയിലുള്ള മക്കള് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവിണി മറിയമാകുന്ന ഗോവിണിയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അത്നാസുസ് എന്ന് പറയുന്ന വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്: അമ്മേ, അങ്ങ് കൃപ നിറഞ്ഞവളാണ്, ഞങ്ങൾക്ക് അങ്ങ് രക്ഷയുടെ മാർഗമാണ്, സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവിണിയാണ് അങ്ങ് എന്ന്. മിസ്റ്റർ പീറ്റർ ഡാമിയൻ പറയുന്ന കാര്യപ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിന്റെ ഗോമണിയാണ്. മനുഷ്യർ ആ ഗോമണിയിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മറിയമാകുന്ന ഗോമണി കയറാൻ നോക്കണം. എന്നാൽ മറിയത്തെ സ്വന്തമാക്കുന്നതിലൂടെ ഒരു വ്യക്തി ചെയ്യുന്നത് സ്വർഗപ്രവേശനമാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡ് പറയുന്നു, സ്വർഗത്തിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഗോവണി മാത്രമല്ല മറിയം, മറിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗീയ രഥമാണ് മറിയം. എന്ന് വെച്ചാൽ മരിയ ഭക്തർ ചെയ്യണ്ടേ, സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവർ ചെയ്യണ്ടേ, മറിയമാകുന്ന ഈ സ്വർഗീയ രഥത്തിൽ കയറി ഇരുന്നാൽ മറിയം ആ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കുമെന്ന മിസ്റ്റർ ബെർണാഡ് പറയുന്നേ. നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ മക്കളെ? നമ്മുടെ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നിലേക്കുമല്ല, ഈ മറിയമാകുന്ന ഗോമണിയെ പിടിച്ച്, മറിയമാകുന്ന സ്വർഗീയ രഥത്തെ കയറിയിരുന്നേ, നിന്നെ ഈ മറിയം സ്വർഗത്തിലെത്തിക്കും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ടവരെ, സഭാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്: മറിയമാണ് ചന്ദ്രൻ, മറിയമാണ് പ്രകാശതാരം, മറിയം തന്നെ സൂര്യൻ. പിതാക്കന്മാർ പറയുവാണ്, മറിയം ചന്ദ്രനാണ്, മറിയം പ്രകാശതാരമാണ്, മറിയം തന്നെ സൂര്യനുമാണെന്ന്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അവർ വ്യാഖ്യാനിക്കുന്ന രീതി പ്രകാരമാണ്.
ഉൽപ്പത്തിയുടെ പുസ്തകം 1-16 ദൈവം 2 മഹാദീപങ്ങൾ സ്ഥാപിക്കുക. ഒന്ന് വലുതും 2 ചെറുതും. വലുത് നമുക്കറിയാം സൂര്യൻ, ചെറുത് നമുക്കറിയാം ചന്ദ്രൻ. പ്രിയപ്പെട്ടവരെ, കർദിനാൾ ഹ്യൂഗോ ഇപ്രകാരമാണ് പറയുന്നത് ഇതിനെക്കുറിച്ച്: ദൈവകൃപയിൽ ജീവിക്കുന്ന നീതിമാന്മാരെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ഈശോയാ. കേട്ടെ, ദൈവകൃപയിൽ ജീവിക്കുന്ന നീതിമാന്മാരെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ഈശോയാ. എന്നാൽ പാപാന്ധകാരത്തിൽ കഴിയുന്ന മക്കളെ പ്രകാശം നൽകുന്ന ചന്ദ്രൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയമാ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, സൂര്യനാകുന്ന ഈശോയും നമ്മളും ഈ രണ്ടിനത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ചന്ദ്രൻ. എന്ന് വെച്ചാൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ നിൽക്കുന്ന വ്യക്തി ചന്ദ്രനാ. ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞോണം, ദൈവകോപം നമ്മളിൽ കയറി വരാതിരിക്കാൻ, അത് നമ്മളിൽ ആഞ്ഞടിക്കാതിരിക്കാൻ നമ്മുടെ മുകളില് ചന്ദ്രനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യപ്രകാരമാ പരിശുദ്ധ അമ്മ മാതാവ് ഉഷകാല നക്ഷത്രമാണെന്ന്. ഉഷകാല നക്ഷത്രത്തിന്റെ പ്രത്യേകത അറിയാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് സൂര്യന്റെ വരവ് അറിയിക്കുന്ന വ്യക്തിയാണ് ഉഷകാല നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ യഥാർത്ഥത്തിൽ മറിയം ചെയ്യുന്ന കാര്യത, ഈശോയുടെ വരവ്, ഈശോയുടെ 2ാം വരവ്, ഈശോയുടെ ആദ്യ വരവ്, ഈശോയുടെ 2ാം വരവ് മറിയം അറിയിച്ചു കൊണ്ടിരിക്കുക. ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ മേഖലയിലും വിശ്വാസത്തിന്റെ മേഖലയിലും ഈ മറിയം ചെയ്യുന്ന കാര്യം ഇത് തന്നെയാ. വരവ് അറിയിച്ചുകൊണ്ട് സന്ദേശം നൽകി മക്കളെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും മറിയം കൂട്ടിക്കൊണ്ടുപോവുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മറിയം ഉഷകാല താരമാണ് എന്ന് പറയാനുള്ള കാരണം. വീണ്ടും മിസ്റ്റർ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, മറിയം സമുദ്രതാരമാണ്. മറിയം സമുദ്രതാരമാണ്. സമുദ്രതാരത്തിന്റെ പ്രത്യേകത എന്താ? ദിശ കാട്ടുന്നു, വഴി കാട്ടുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ മറിയം ചെയ്യുന്ന കാര്യം എന്താ? വഴി തെറ്റിപ്പോകുന്നവരെ, ദിശ തെറ്റിപ്പോകുന്നവരെ, ജീവിതം മറന്ന് ജീവിക്കുന്നവരെ, നാശത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്നവരെ, തിന്മയ്ക്കും ജഡത്തിനും ലോകത്തിനും മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം വഴിമുട്ടി ദിശ തെറ്റി ജീവിക്കുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാ. വഴിതെറ്റി കടലിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദിശ കാണിക്കുന്ന ഈ സമുദ്രതാരത്തെ ഒരു വ്യക്തി നോക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിക്ക് വഴിതെറ്റാതെ കരയിലെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, മറിയമാകുന്ന ഈ സമുദ്രതാരത്തിലേക്ക് ഒരു വ്യക്തി നോക്കാനും ആ വ്യക്തി ചേരാനും തുടങ്ങിയാൽ മക്കളെ, നമുക്ക് വഴി തെറ്റാതെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന വിശുദ്ധ ബെർണാഡ് പറയുന്നേ. വീണ്ടും വിശുദ്ധ ബെർണാഡ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, മറിയം സൂര്യൻ തന്നെയാണെന്ന്. ഇത് പറയാൻ കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ. ബെർണാഡിന്റെ അഭിപ്രായത്തിൽ ബെർണാഡ് പറയുന്നു, പരിശുദ്ധ അമ്മ മാതാവ് ഉദിച്ചു നിൽക്കുമ്പോൾ ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് പ്രഭയില്ല. പരിശുദ്ധി അമ്മ മാതാവാകുന്ന മറിയം, പരിശുദ്ധി അമ്മ മാതാവ് തന്റെ പരിശുദ്ധി മുഴുവനും പ്രകാശിപ്പിച്ച് നിൽക്കുമ്പോൾ മറ്റു വിശുദ്ധർക്കോ മറ്റാർക്കുമോ അവിടെ സ്ഥാനമില്ല. നമുക്കറിയാലോ, സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ, സൗരയൂഥങ്ങൾ ഇല്ലെങ്കിൽ മൊത്തം അന്ധകാരമായിരിക്കും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തെ ഒരു വ്യക്തി ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തി അന്ധകാരത്തിലേക്കും നാശത്തിലേക്കും നിപതിക്കുക. അതുകൊണ്ടാണ് പറയുന്നേ സൂര്യനാണ് ശരിക്കും പരിശുദ്ധ അമ്മയെന്ന്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയാകുന്ന ചന്ദ്രനെ, പരിശുദ്ധ അമ്മയാകുന്ന സമുദ്രതാരത്തെ, പരിശുദ്ധ അമ്മയാകുന്ന ഉഷകാല നക്ഷത്രത്തെ, പരിശുദ്ധ അമ്മയാകുന്ന യഥാർത്ഥത്തിലുള്ള സൂര്യനെ നമുക്ക് സ്വന്തമാക്കി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. 2 കാര്യം കൂടി അച്ഛനൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും സഭാപിതാക്കന്മാര് പറയുന്നു മറിയം ഒരിക്കലും പറ്റാത്ത നീരുറവയാണെന്ന്. പരിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഹോറോബിലെ മലയില് പാറയിൽ നിൽക്കുന്ന ദൈവം അവിടെ നിന്നും വറ്റാത്ത ജലം പുറപ്പെടുവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധാത്മാക്കള് സഭാപിതാക്കന്മാര് പറയുവാണ്, കൃപാവരം ആത്മാവിലേക്ക് ഒഴുകാൻ കഴിവുള്ള നീർച്ചാലാണ് പരിശുദ്ധ അമ്മ.
എന്നിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: കൃപയുടെ നീർച്ചാൽ അടയ്ക്കപ്പെട്ടാൽ സാത്താൻ ആത്മാക്കളെ എളുപ്പം നശിപ്പിക്കുകയും ആത്മാക്കളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കളുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മയിൽ നിന്നും ഒഴുകുന്ന കൃപാവരം എപ്പോഴും സ്വന്തമാക്കണം. വീണ്ടും സഭാപിതാക്കന്മാർ പറഞ്ഞു പോകുന്നു, പരിശുദ്ധി അമ്മ അഭയനഗരമാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന സംഖ്യയുടെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിലാണ്. എന്തിനാണ് പഴയ നിയമത്തില് അഭയനഗരം ഉണ്ടാക്കിയത്? മറ്റൊന്നുമല്ല, ഇസ്രായേൽ മക്കൾ മാരകമായിട്ടുള്ള പാപം ചെയ്യുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ അഭയനഗരം. കാരണം ആ സമൂഹത്തിന്റെ വിശുദ്ധി വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് മോശ പുറപ്പെടുവിച്ച ഒരു കാര്യമായിരുന്നു ഇത്. ഇതിനെക്കുറിച്ചാണ് സഭാപിതാക്കന്മാർ പറയുന്നു, പരിശുദ്ധി അമ്മയാണ് ഈ അഭയനഗരം. കാരണം പരിശുദ്ധി അമ്മ പാപികളുടെ സങ്കേതമാണ്. ഏത് കൊലപാതകം ചെയ്തതും ഏത് ക്രൂരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ സ്വന്തമാക്കുന്ന, സ്വീകരിക്കാനുള്ള ഒരു ശക്തി, ഒരു അവകാശം പരിശുദ്ധി അമ്മയ്ക്ക് പിതാവായ ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുന്നത്: ഒരു വ്യക്തി വലിയ മാരക പാപം ചെയ്തിട്ട് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാൻ ഭയവും പേടിയും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ ആ വ്യക്തി ആദ്യം പോകേണ്ടത് പരിശുദ്ധി അമ്മയുടെ മടിയിലേക്കാ. ആ വ്യക്തി ഒന്നും അമ്മയോട് പറയണ്ട, മടിയിൽ കയറി നിശബ്ദനായിട്ടിരുന്നാൽ മാത്രം മതി. ആ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധി അമ്മ സംസാരിക്കും, ആ വ്യക്തിയെ പരിശുദ്ധി അമ്മ വിശുദ്ധീകരിക്കുമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, മക്കളെ, നിങ്ങൾ ഓടി ഓടി പരിശുദ്ധി അമ്മയുടെ മടിയിൽ ചെല്ല. അപ്രകാരം ചെല്ലാൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെടില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധാത്മാക്കളും സഭാപിതാക്കന്മാരും പറയുന്നു, പരിശുദ്ധി അമ്മ റെബേക്ക, റൂത്ത്, തെക്കോവസിയിലെ സ്ത്രീ, മക്കബായ സ്ത്രീയുടെ പ്രതീകങ്ങളാണെന്ന്. നമുക്കറിയാം റെബേക്ക ചെയ്ത കാര്യം എന്താണെന്ന്. അബ്രാഹത്തിന്റെ ഭൃത്യന്മാർക്കും അബ്രാഹത്തിന്റെ ഭൃത്യന്മാർ കൊണ്ടുവന്ന മൃഗങ്ങൾക്കും റെബേക്ക ജലം കൊടുത്തു, വെള്ളം കോരി കൊടുത്തു. എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മ റെബേക്ക, അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ പ്രതീകമാണ് റെബേക്ക എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന കാര്യം എന്താ? ഈ ലോകത്തിലെ എത്ര വലിയ പാപികളാണ്, അബ്രാഹത്തിന്റെ സന്തതികൾക്ക് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും, എല്ലാ പാപികൾക്കും കരുണയുടെ ജലം പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മിസ്റ്റർ ബെനവെഞ്ചർ പറയുന്നു, റൂത്ത് മറിയത്തിന്റെ പ്രതീകമാണെന്ന്. റൂത്ത് ചെയ്ത കാര്യം എന്താ? സമയമായപ്പോൾ കാല പറക്കാനായിട്ട് വന്നു. ആ സമയത്ത് ബോവാസ് ഭൃത്യന്മാരോട് പറയുന്ന കാര്യമുണ്ട്, അവർ കറ്റുകളുടെ ഇടയിൽ നിന്നും കാല പറക്കി എടുത്തോട്ടെ. ആ വ്യക്തിയെ വഴക്ക് പറയണ്ട, തിരിച്ചു പറഞ്ഞയക്കണ്ട, ആ വ്യക്തി അവിടെ നിന്ന് ചെയ്തോട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ബോവാസിന്റെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് കാല പറക്കാനായിട്ട് വന്ന റൂത്ത്, ഭൃത്യന്മാർ ഇപ്രകാരം ജോലി ചെയ്യുമ്പോൾ കറ്റയിട്ട് കൊടുക്കാനായിട്ട് ബോവാസ് പറയുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ചെയ്ത് അവളെ സംതൃപ്തരാക്കുന്ന ഒരു ബോവാസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധി അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കൃപയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല്, സുവിശേഷ വേലക്കാരുടെ അധ്വാനം സ്വീകരിക്കാതെ കഴിയുന്ന പാപികളെ രക്ഷിക്കാനുള്ള അവകാശം പരിശുദ്ധി അമ്മയ്ക്കുണ്ട്. എന്ന് വെച്ചാൽ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തിയിട്ടും കേട്ടിട്ടും മാനസാന്തരം വരാത്ത പാപികളെ രക്ഷിക്കാനുള്ള ഒരു അവകാശം ദൈവം പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. റൂത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാണുക, തിടുക്കത്തിലാക്കുക എന്നതാണ്. പരിശുദ്ധി അമ്മയെ നോക്കിക്കേ, കാണുന്ന വ്യക്തിയാ. കാനായിലെ കല്യാണത്തിൽ കുറവ് കണ്ടെത്തി, അത് നികത്താനായിട്ട് നോക്കി. ഇന്ന് ആരൊക്കെ വേദനിച്ച് തളർന്നിരിപ്പുണ്ടോ, കണ്ണുനീരുമായിട്ട് നിപ്പുണ്ടോ, അവരുടെ വേദന കാണുന്ന വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധി അമ്മ. കൃപ തിടുക്കത്തിലാക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. അനുഗ്രഹം തിടുക്കത്തിലാക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധി അമ്മ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധി അമ്മയെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദൈവമക്കളോട് പറയുന്നേ. വീണ്ടും നമ്മൾക്ക് കാണാൻ പറ്റും, വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുവാണ്, തെക്കോവൈസയിലെ സ്ത്രീയാണ് പരിശുദ്ധി അമ്മ. എന്താ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായ 2 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ മൂത്തവൻ ഇളയവനെ കൊന്നു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ നിയമം അനുസരിച്ച് ഇളയവനെ കൊന്നെങ്കിൽ മൂത്തവനും എന്ത് ചെയ്യണം? കൊലക്കുറ്റയ്ക്ക് വിധിയായിട്ട് വരുന്നത് അവനെയും വധിക്കുക എന്നാ. ഈ അമ്മ രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇളയവൻ നഷ്ടപ്പെട്ടു പോയി,
ഇനി മൂത്തവൻ മാത്രമേ ഉള്ളൂ. വിധി ഇപ്രകാരമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മൂത്തവനെ അങ്ങനെ വിധിക്കരുത്. എനിക്ക് 2 മക്കളും ഇല്ലാതെ അവസ്ഥയിലേക്ക് പോകും. എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് എൻ്റെ മൂത്തവനോട് കരുണ കാണിക്കണമേ എന്ന് രാജാവിനോട് പോയി ഈ സ്ത്രീ അപേക്ഷിച്ചപ്പോൾ രാജാവ് കരുണ കാണിക്കുക. ഇന്ന് പരിശുദ്ധി അമ്മ പറയുന്ന കാര്യം എന്താ? ദൈവപിതാവിന്റെ മുമ്പിൽ ഇപ്രകാരം പറയുക, ദൈവമേ, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ 1ാമത്തെ മകനെ 2ാമത്തെ മക്കൾ കൊന്നു. എൻ്റെ 1ാമത്തെ മകനെ ഇളയവൻ കുരിശിൽ കയറ്റി. ഇനി എനിക്ക് ഒരു മകനാ ഉള്ളൂ. ആ മകനെ ദൈവപിതാവേ നീ ശിക്ഷിക്കല്ലേ, കൊന്നുകളയല്ലേ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാകിട്ട് ഇന്ന് പരിശുദ്ധി അമ്മ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവസാനമായിട്ട് പരിശുദ്ധി അമ്മയെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നു, നിധി ഒളിച്ചിരിക്കുന്ന വയലാണ്, സിക്കമോർ വൃക്ഷമാണ് മറിയമെന്ന്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന വയല യഥാർത്ഥത്തിൽ മറിയം. ക്രിസ്തുവിനെ കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്ന നിധിയായ ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്ന വയലാണ് സ്വന്തമാക്കേണ്ടത്. എന്ന് വെച്ചാൽ മറിയത്തെ സ്വന്തമാക്കുന്നവർക്ക് നിധിയാകുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റും. എന്തുകൊണ്ടാ മറിയം സിക്കേമൂർ മരമാണെന്ന് പറയാൻ കാരണം? സക്കേബൂസ് യേശുവിനെ കാണാൻ കയറിയത് സിക്കേമൂർ മരത്തിലാ. ഒരു വ്യക്തിക്ക് ഈശോയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഓടിച്ചെന്ന് കയറേണ്ട സ്ഥലം പരിശുദ്ധ മറിയത്തിലാ. മറിയത്തെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ഈശോയെ കണ്ടുമുട്ടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞല്ലോ, നിധി ഒളിഞ്ഞിരിക്കുന്ന വയലും സിക്കേമൂർ വൃക്ഷവും പരിശുദ്ധി അമ്മയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നുണ്ട്, സർവാംഗ സുന്ദരിയാണ് പരിശുദ്ധി അമ്മ. തേനും പാലും എണ്ണയും പരിശുദ്ധി അമ്മയാണ്. റെബെക്കയും റൂത്തും തെക്കോബസിലെ സ്ത്രീയും മക്കബായ സ്ത്രീയും പരിശുദ്ധി അമ്മയാണ്. അഭയനഗരം പരിശുദ്ധി അമ്മയാണ്. ഒരിക്കലും പറ്റാത്ത നീരുറവ പരിശുദ്ധി അമ്മയാണ്. മറിയം ചന്ദ്രനാണ്, മറിയം പ്രകാശതാരമാണ്, മറിയം സൂര്യനാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ പരിശുദ്ധ മറിയം ഗോപടിയാണ്, പരിശുദ്ധ മറിയം വിശുദ്ധ നഗരമാണ്, വിശുദ്ധ സിംഹാസനമാണ്, സിയോണാണ്, സിയോൺ പുത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചൊക്കെ ഈ വിശുദ്ധാത്മാക്കള് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അച്ഛൻ അതെല്ലാം വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചില ചിന്തകൾ കണ്ടു. ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്, നമുക്ക് രക്ഷപ്പെടാൻ പരിശുദ്ധ അമ്മ മാതാവിന് ദൈവം തന്നേക്കുക. അമ്മ മാതാവ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ്, അമ്മയുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന ഈ പ്രതീകങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടേ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ അമ്മയെ സ്വന്തമാക്കുക, ആ അമ്മയുടെ കുഞ്ഞായിട്ട് നമ്മൾ ജീവിക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ അമ്മയെ കണ്ടെത്തുകയും അമ്മയുടെ ദൗത്യം മനസ്സിലാക്കുകയും അമ്മയുടെ കുഞ്ഞായിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധി അമ്മ മക്കളോട് എന്താണ് സംസാരിക്കുന്നത്, നമ്മുടെ സന്ദേശം എന്താണെന്ന് നമുക്ക് ഈ നിമിഷം ശ്രദ്ധയോടെ കേൾക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സമാധാനത്തിനുള്ള ഒരു ദൗത്യത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഓരോ മാസത്തെയും എൻ്റെ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളെ ഒരുക്കുകയും സമാധാനത്തിൻ്റെ ഈ പദ്ധതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കണം. സമാധാനത്തിനായുള്ള എൻ്റെ സന്ദേശത്തിൻ്റെ പൂർത്തീകരണ സമയമാണ് ഇപ്പോൾ. എൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ പിതാവായ ദൈവത്തിന് നമ്മെ തന്നെ കൂട്ടായി സമർപ്പിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അപ്പോൾ എനിക്ക് അവസരം ലഭിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒത്തുകൂടാം. വിശുദ്ധിയുടെ വിത്ത് ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കാം. അത് വളർന്ന് കൃപയും പുണ്യവും പുറപ്പെടുവിക്കും.
രാജാതിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. നൽകുന്നു ഞാൻ അങ്ങേക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാമോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ. പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ. വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണു തുറന്ന് രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ മാനവകുലത്തിന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധി അമ്മ. നമ്മൾ കണ്ടല്ലോ, മാലാഖമാര് പരിശുദ്ധി അമ്മയെ സ്വർഗത്തിൽ ചെയ്യുന്നത് പരിശുദ്ധി അമ്മയെ വണങ്ങി സ്നേഹിക്കുക. കാരണം മാലാഖമാരുടെ രാജ്ഞിയാ. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവകാശമുണ്ട്. സ്വർഗത്തിലെത്തുമ്പോഴും നമുക്ക് അമ്മേ എന്ന് വിളിക്കാനുള്ള അവകാശം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ്, ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, മാനവകുലത്തിന് തന്നിരിക്കുന്ന സമ്മാനമാണ് പരിശുദ്ധി അമ്മ. പ്രിയപ്പെട്ട മക്കളെ, പക്ഷെ നീ എന്തുമാത്രം ഈ പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കൊക്കെ ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാകാം. നമുക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമൊക്കെ ആയിരിക്കാം. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ജപമാലയൊക്കെ നമ്മൾ ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ അമ്മയെ നീ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അമ്മയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അമ്മയെ നമ്മൾ അനുഭവിക്കാനായിട്ട് ഇന്നു വരെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, എൻ്റെ അമ്മയെ എനിക്കൊന്ന് വെളിപ്പെടുത്തിത്താ. എൻ്റെ അമ്മയെ എനിക്ക് ശരിക്കും ഒന്ന് സ്നേഹിക്കാൻ കൃപത. ഞാൻ എൻ്റെ പെറ്റമ്മയെ എൻ്റെ നല്ല പ്രായത്തിലും ഇപ്പോഴൊക്കെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. എനിക്കതിനേക്കാൾ കൂടുതൽ എൻ്റെ യഥാർത്ഥ അമ്മയെ സ്നേഹിക്കാൻ എൻ്റെ ഈശോയെ നീ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് ഒരു നിമിഷം മനസ്സിൽ ഈശോയോടൊന്ന് പ്രാർത്ഥിച്ച്. നമ്മളിന്ന് കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, വാഗ്ദാന പേടകമാ പരിശുദ്ധി അമ്മ. ഈ വാഗ്ദാന പേടകമായ പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വാഗ്ദാന പേടകത്തിൽ ഈശോയുണ്ട്, ദൈവപിതാവിന്റെ സാന്നിധ്യമുണ്ട്.
ദൈവം ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന സ്ഥലമായിരുന്നല്ലോ. പരിശുദ്ധി അമ്മയാകുന്ന ഈ വാഗ്ദാന പേടകത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നിത്യപുരോഹിതന്റെ അമ്മയാ, സ്വർഗീയ മന്നയായിട്ടുള്ള ദിവ്യകാരുണ്യത്തിന് സംവഹിക്കുന്ന അമ്മയാ. ഈ അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പാപം ഒരല്പം പോലും ഏശാത്ത ഈ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ദൈവകൃപ, ദൈവാനുഗ്രഹം മുഴുവനും അവിടെ നിറയാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മ വന്നാൽ തടസ്സങ്ങളുടെ കെട്ടഴിയാൻ തുടങ്ങും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളുടെ ശക്തികൾ മുഴുവനും ജയിച്ചില്ലാതാകാൻ തുടങ്ങും. ഈ അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും യഥാർത്ഥ അനുതാപവും എളിമയും രൂപപ്പെടാൻ തുടങ്ങും. ഈ അമ്മ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അറിയാതെ നമ്മൾ ഈ അമ്മയെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഈ അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും സ്മൂത്തായ രീതിയിൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞ് കേട്ടല്ലോ, ഗോപിണിയ, സ്വർഗത്തിലേക്കുള്ള ആ ഗോപിണിയെ നമ്മൾ ഇന്ന് വരെ പിടിച്ചിട്ടുണ്ടോ? ഈ ഗോപിണി നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞോ? സ്വർഗത്തിലേക്കുള്ള രഥമായിട്ട് നമ്മൾ ഇന്ന് കണ്ടു. അമ്മയാകുന്ന രഥത്തിൽ നമ്മൾ ഇന്ന് വരെ പ്രവേശിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം കൂടി ചിന്തിച്ച് നോക്കിക്കേ. പരിശുദ്ധി അമ്മ മാതാവ് യഥാർത്ഥത്തിൽ സൂര്യനാ, ചന്ദ്രനാ, സമുദ്രതാരമാ, ഉഷകാല നക്ഷത്രമാ. പ്രിയപ്പെട്ടവർ, ഈ അമ്മയെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അന്ധകാരത്തിലേക്കാ പോയി നിപതിക്കുന്നത്. ദൈവകോപം പോലെ ശമിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഇത്ര നല്ല ഒരു അമ്മയെ ഞാൻ ഇന്നു വരെ സ്വന്തമാക്കിയോ? വീണ്ടും നമ്മൾ ധ്യാനിച്ചല്ലോ പ്രിയപ്പെട്ടവരെ, അഭയ നഗരമാ, എന്നെ സ്വന്തമാക്കുന്ന ഒരു അഭയ നഗരം. ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് എൻ്റെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പേടി, ഭയമുണ്ടെങ്കിൽ ഇതാ പറയുന്ന അമ്മയുടെ മടി പോയി ഇരുന്നാ മതി. അമ്മ ഒരുക്കിക്കോളും, അമ്മ വാദിച്ചോളും, അമ്മ സംസാരിച്ചുകൊള്ളും. ഇത്ര നല്ലൊരു അമ്മയെ നീ ഉപേക്ഷിച്ച് കളഞ്ഞോ? ഇത്ര നല്ലൊരു അമ്മയെ നീ വിട്ടു കളഞ്ഞോ? വീണ്ടും നമ്മൾ കണ്ടല്ലോ, അമ്മ വയലാ, നിധി ഒളിഞ്ഞിരിക്കുന്ന വയല്, ചിക്കമുർ മരമാ. ഈ അമ്മയാകുന്ന വയല് സ്വന്തമാക്കിയാൽ ആ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നീ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ നിമിഷം പ്രാർത്ഥിച്ചേ, എൻ്റെ അമ്മ എൻ്റെ എല്ലാ, എനിക്ക് ഈ അമ്മ ഒന്ന് സ്വന്തമായിട്ട് ഈശോയെ നീ ഒന്ന് തരണേ. ഈ അമ്മയെ ശരിക്കും അറിഞ്ഞൊന്ന് സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണമേ. രണ്ട് കരകൾ യാചനയോടെ പിടിച്ച് എനിക്ക് അമ്മയെ തിരിച്ചറിഞ്ഞ അമ്മയെ ഒന്ന് സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് സകല മക്കളും ഒരു 3-4 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ഈ അമ്മയെ അനുഭവിക്കാനുള്ള കൃപയ്ക്കായിട്ടൊന്ന് സ്തുതിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അമ്മയെ സ്നേഹിക്കാൻ, അമ്മയെ അനുഭവിക്കാൻ, അമ്മയെ സ്വന്തമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹ സമ്മാനം. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു, എന്നും നിനക്കായി നൽകുന്നു ഞാൻ എൻ്റെ ഈ സ്നേഹ സമ്മാനം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. ഗ്രഹത്തോട് നമുക്ക് പാടാം. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. എൻ്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ.
മാതാവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യങ്ങൾ മുഴുവനും നമുക്ക് സ്വന്തമാക്കണം. അത് ജീവിതത്തിൽ അഭ്യസിക്കണം. മക്കളെ, ഒരു നിമിഷം പ്രാർത്ഥിച്ച് അമ്മയോടും ഈശോയോടും, അമ്മേ, എൻ്റെ ദിവികാരുണ്യ ഈശോയെ വഹിക്കുന്ന എൻ്റെ അമ്മേ, അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യം, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പുണ്യം, സ്നേഹിക്കാനുള്ള കൃപ, അമ്മയെ പൂർണ്ണമായിട്ട് ഈശോയിൽ ആശ്രയിക്കാൻ ശരണപ്പെടാനുള്ള പുണ്യം, എളിമയെന്ന പുണ്യം, വിശുദ്ധി എന്ന പുണ്യം, ക്ഷമയെന്ന പുണ്യം, സഹനശക്തി എന്ന പുണ്യം, അനുസരണമെന്ന പുണ്യം ഞങ്ങളുടെ ആത്മാവിൽ ജനിക്കണം. ജനിച്ചാൽ പോരാ, വളരണം, അത് വർദ്ധിക്കണം, അത് ഫലം ചൂടണം. അമ്മ ഞങ്ങളെ സ്നേഹിച്ചാൽ, അനുഗ്രഹിച്ചാൽ മാത്രമാ, അമ്മ അതിനായിട്ട് ഈശോയുടെ മുന്നിൽ മധ്യസ്ഥം വഹിച്ചാൽ മാത്രമാ ഞങ്ങൾക്കത് ജീവിക്കാൻ പറ്റൂ. ഓരോ ദിവസവും ഞങ്ങൾ തീരുമാനമെടുക്കും. ഓരോന്നും ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യണം. ഓരോന്നും ഏറ്റവും എളിമയോടുകൂടി ചെയ്യണം. ഓരോന്നും അതിലുള്ള ത്യാഗം അനുഭവിച്ച് ചെയ്യണം. പക്ഷെ തീരുമാനങ്ങൾ പലപ്പോഴും പതറിപ്പോകുന്നുണ്ട്. അമ്മേ, ഞങ്ങളുടെ ഈ കുറവ് ഇതാ ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ ഈ ബലഹീനത സമർപ്പിക്കുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നല്ല കുമ്പസാരത്തിന് ഞങ്ങൾക്ക് ഒരുങ്ങണമെന്ന ആഗ്രഹമുണ്ട്. നന്നായി ഒന്ന് കുമ്പസാരിക്കാൻ അമ്മേ, ഈ 7-ാം ദിവസം ഞങ്ങളെ ഒരുക്കണമേ. പാപങ്ങൾ മുഴുവനും കണ്ടെത്തി ഉപേക്ഷിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ കുർബാനയ്ക്ക് പലപ്പോഴും പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയി. വചനം വായിക്കാൻ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയി. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ, പുണ്യപ്രവർത്തികൾ ചെയ്യാൻ മറന്നുപോയി. ഞങ്ങളുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. അമ്മ പഠിപ്പിക്കണം. അമ്മ യോഹന്നാനെ പരിശീലിപ്പിച്ച പോലെ ഞങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കുക. അമ്മ ഞങ്ങൾക്കൊരു ശക്തി തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ മനസ്സിൽ അമ്മയെ കണ്ട് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ഈ കൃപ മുഴുവനും കിട്ടാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു, അങ്ങേ സുതനെ വാഴ്ത്തുന്നു. മുട്ടുകുത്തി ശിരസ് നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കിക്കേ. പാടാം ആരാധന, ആരാധന, പാടാം ആരാധന, ആരാധന, പാടാം ആരാധന, ആരാധന, പാടാം ആരാധന, ആരാധന. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പ്രിയപ്പെട്ടവരെ, സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് തീരുമാനമെടുത്ത് നമുക്ക് വായിക്കാം. വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. 7 ദിവസം കഴിഞ്ഞു. ഏതെങ്കിലും ദൈവമക്കൾക്ക് പാപബോധം, പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുമ്പോൾ ഏതെങ്കിലും പാപങ്ങൾ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പോയി കുമ്പസാരിച്ച് ഒരിക്കൽ കൂടി ആഴത്തിൽ ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു തന്നിട്ടുള്ള പോലെ സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ആരെങ്കിലും നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.